സാർ നമസ്കാരം. നമസ്കാരം. എക്സാലോജിക് CMRL കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുന്നു. വീണ വിജയൻ തൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയിൽ നിന്നും CMRLന് യാതൊരു തരത്തിലുള്ള IT സേവനങ്ങളും ലഭ്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ് CMRL കർത്ത എന്നറിയപ്പെടുന്ന ശശിധരൻ കർത്തയുടെ മൊഴി. 2024 അദ്ദേഹം ഈ മൊഴി EDക്ക് കൊടുത്തത്. ഇന്നലെ അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിക്ക് ഈ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ വിശദമായ വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ലോകശ്രദ്ധയിൽ വരുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത, 2017 ജനുവരി മുതൽ നവംബർ വരെ ഏതാണ്ട് 45 ലക്ഷം രൂപയാണ് വീണ വിജയൻ യാതൊരു തരത്തിലുള്ള സേവനം നൽകാതെ CMRL നിന്നും കൈപ്പറ്റിയിരിക്കുന്നത്. ഇവിടെ CMRL CMD ആയ ശശിധരൻ കർത്ത ഒരു കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നു. എനിക്ക് വീണയെ അറിയില്ല. പിണറായി വിജയൻ്റെ മകൾ, അതായത് മുഖ്യമന്ത്രി ആയ പിണറായി വിജയൻ്റെ മകൾ എന്ന രീതിയിലാണ് വീണ വിജയന് ഞങ്ങൾ കരാർ കൊടുത്തത്. എന്നാൽ ആ കരാർ പ്രകാരം ഒരു തരത്തിലുള്ള സേവനവും അവർ ലഭ്യമാക്കിയിട്ടില്ല. പണം ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കൃത്യമായ ക്ലിയർ കട്ടായ മൊഴിയാണ് EDക്ക് CMRL കർത്ത കൊടുത്തിരിക്കുന്നത്. വീണയെ 2 തവണ ഏതാണ്ട് 20 മണിക്കൂറിലധികം ED ചോദ്യം ചെയ്തപ്പോഴും വീണ യാതൊരു തരത്തിലുള്ള സേവനവും CMRL നൽകിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ റിപ്പോർട്ടുകളിലും ഇത് തന്നെ പറയുന്നു. ഈ സാഹചര്യത്തിൽ വീണയ്ക്കെതിരെ കുരുക്കുമുറുകുന്നു എന്നുള്ള കൃത്യമായ വിവരം വരുന്നു. ഇൻവോയ്സ് ഇല്ലാതെ വീണ പണം കൈപ്പറ്റിയിരിക്കുന്നു. പിന്നീട് വീണയുടെ ഫോണിൽ നിന്നാണ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഫോൺ അടക്കം ഇപ്പോൾ EDയുടെ കസ്റ്റഡിയിലുണ്ട്. വീണയുടെ 19 കോടി രൂപയോളം ED കണ്ടുകെട്ടിയിട്ടുണ്ട്. മറ്റൊരു ലേക്കർ എന്ന് പറയുന്ന കമ്പനിയുടെ 15.57 ലക്ഷം രൂപയും കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇതുപോലെ CMRLൻ്റെയും സ്വത്തുകൾ കണ്ടുകെട്ടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തുന്നു. എങ്ങനെയാണ് സാർ ഭരണം മാറിയ സാഹചര്യത്തിൽ പിണറായി വിജയനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നതിന് വേണ്ടി EDയെ സ്വാധീനിച്ച് കേസ് വഴിതിരിച്ചു വിടുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ ഇപ്പോഴും പറയുന്നത്. നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത് 2 കമ്പനികൾ തമ്മിലുള്ള വിഷയമാണ്, അതുകൊണ്ട് അവരതിന് GST അടച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ കൈകൾ ശുദ്ധമാണ്, എനിക്ക് മടിയിൽ കനമില്ല, വഴിയിൽ ഭയമില്ല എന്ന് പറഞ്ഞ പിണറായി വിജയനും മകൾ വീണയുമെല്ലാം ഇപ്പോൾ ഭയക്കുന്നതായി തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ED നിർണായകമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. നന്ദകുമാർ സർ, ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നു? എല്ലാ കാലത്തും പിണറായി വിജയനെ എല്ലാവരും സംരക്ഷിക്കും എന്നുള്ള ധാരണയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളത് എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റും. മാത്രമല്ല, ഭരണത്തിലിരിക്കുമ്പോൾ, അധികാരത്തിലിരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള സമീപനം തന്നെ ആയിരിക്കും എല്ലാം നഷ്ടപ്പെട്ട് മൂലക്കിരിക്കുമ്പോൾ കിട്ടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചിന്താഗതി. ഇപ്പോഴും താൻ കൊമ്പത്തെ രാജാവാണ് എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം നീങ്ങുന്നത്. കൊമ്പത്തെ രാജാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം 10-28 വർഷമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായും മന്ത്രിയായും മുഖ്യമന്ത്രിയായും അരുളുകയായിരുന്നു. ഈ കാലയളവിൽ അദ്ദേഹം തട്ടിയെടുത്തുള്ള കൊള്ള ചെയ്ത പണമെല്ലാം വിദേശത്ത് എത്തിച്ചത് ആരും കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിൽ വിദേശത്ത് നിന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് നടത്തിയിട്ടുള്ളത്. ഉദാഹരണത്തിന് ലാവ്ലിൻ കേസിൽ അദ്ദേഹം നേരിട്ട് പണം ഇവിടുന്ന് വാങ്ങാതെ ആദ്യം ഒരു ഗഡു പണമായിട്ട് ക്യാഷായി വാങ്ങിയെങ്കിലും പിന്നീട് ഇവിടെ നിന്ന് അടച്ച പണം 100 കോടി രൂപയ്ക്ക് ബെൽ എന്ന് പറയുന്ന കമ്പനി നടത്തേണ്ട ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതിയുടെ നവീകരണവും പുനരുദ്ധാരണം ചെയ്യാമെന്ന് ഉണ്ടായിരിക്കെ 278 കോടി രൂപയ്ക്ക് വിദേശത്തുള്ള ഇടനിലക്കാരായ SNC ലാവലിന് കൊടുത്തപ്പോൾ 178 കോടി രൂപ അധികമാണ് കൊടുത്തത്. ഈ പണം കിക്ക് ബാക്ക് ആയിട്ട് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലേക്കാണ് വരുന്നത്. കാര്യം ഇവിടുന്ന് ഇലക്ട്രിസിറ്റി ഓരോ മാസവും ഗഡുവായിട്ട് കൊടുക്കുന്ന പൈസ, ലോൺ എടുത്ത പൈസ തിരിച്ചടയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ഓഹരി പിണറായി വിജയൻ അവിടെ മകളുടെ പേരിലേക്ക് അക്കൗണ്ടിൽ വരികയാണ്. ഇതേപോലെ തന്നെയാണ് കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്കാണ് 75 കോടി രൂപ മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് വരേണ്ട 98.3 കോടി രൂപയിൽ നിന്ന് പോയിട്ടുള്ളത്. അങ്ങനെ കേരളത്തിലോ ഇന്ത്യയിലോ ഇടപാടില്ല, വിദേശത്ത് ഇടപാട് നടത്തി തന്നെ ആരും പിടിക്കാത്ത രൂപത്തിലാണ് കാര്യങ്ങൾ നീക്കിയത്. കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ജഡ്ജിമാരടക്കം സ്വാധീനിച്ചിട്ട് ആണ് അട്ടിമറിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനായ MK ദാമോദരൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പ്രയോഗിച്ച് മുന്നോട്ട് പോയ പിണറായി വിജയൻ പിന്നെ ഇതൊക്കെ വളരെ കൂളായി കൈകാര്യം ചെയ്യുന്ന വിഷയമായി മാറ്റി. തന്നെ ആരും പിടിക്കില്ല, കേന്ദ്രം BJP ഭരിക്കുന്നിടത്തോളം കാലം
തന്നെ തൊടില്ല എന്നൊക്കെയായിരുന്നു ചിന്തിച്ചിരുന്നത്. എന്നാൽ ജനങ്ങൾ പിണറായി വിജയനെ തിരിച്ചറിഞ്ഞു. ഇദ്ദേഹം ജനങ്ങളെ പറ്റിക്കുകയാണ്, പാർട്ടിയെ പറ്റിക്കുകയാണ്. പിണറായി വിജയനും മകളും കുടുംബവും ആണ് പിണറായി വിജയൻ്റെ പ്രധാനം, ഈ നാടല്ല എന്ന് മനസ്സിലാക്കി ജനം വിധി എഴുതി അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കി. ഇപ്പം ഭരണമില്ലാത്ത പിണറായി വിജയൻ്റെ ധാരണ ഇപ്പോഴും താൻ രാജാവാണെന്ന്, അതൊക്കെ തെറ്റിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കേന്ദ്രം കൈവിട്ടിരിക്കുന്നു. അതിൻ്റെ കൃത്യമായൊരു അന്വേഷണം നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. 2020 വന്ന ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിൻ്റെ കോപ്പിയിൽ അന്ന് ED നടപടി എടുക്കേണ്ട സംഭവമായിരുന്നു. അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി അല്ല, ജനങ്ങളെ സപ്പോർട്ട് കഴിഞ്ഞു, CPM ഇല്ലാതായി. അപ്പോൾ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഇനി കേന്ദ്രത്തിന് ആവശ്യമില്ല. ശരിയായ വിധത്തിൽ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പിണറായി വിജയനാണ് കാരണക്കാരൻ. പിണറായി വിജയൻ കരിമണൽ കർത്തയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയതാണ്. അത് മകളുടെ കമ്പനിയിലേക്ക് അയച്ച് അത് റെക്കോർഡിക്കലി GST അടച്ച് ഒക്കെ അതാക്കി കഴിഞ്ഞാൽ അത് നിയമപരമാവും എന്നൊക്കെയായിരുന്നു പിണറായി വിജയൻ ചിന്തിച്ചത്. നിയമത്തിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ എപ്പോഴും ഒരു തെളിവ് കള്ളത്തരം ചെയ്യുമ്പോൾ ഉണ്ടാക്കി വെക്കും. അത് ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പായിട്ട് വരുന്നതാണ് എല്ലാ കേസുകളിലും. പെരുങ്കള്ളനായ പിണറായി വിജയൻ തട്ടിപ്പ് നടത്തി താൻ എല്ലാ കാലത്തും രക്ഷപ്പെടുന്നൊക്കെ പറയുന്ന കാര്യത്തിൽ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ കാര്യമാണ് ഇപ്പോൾ ഈ CMRL കമ്പനിയുമായുള്ള ഇടപാടിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ സ്വാധീനപ്രകാരമാണ് താൻ മകൾക്ക്, അതായത് വീണ വിജയൻ്റെ കമ്പനിയിലേക്ക് പണം അയച്ചത്. യാതൊരു സർവീസും നടത്തിയിട്ടില്ല. അതായത് ഇൻഡയറക്റ്റായി പറഞ്ഞാൽ, അധികം നേരിട്ട് പറയാത്ത മറ്റൊരു അതിൽ പറഞ്ഞാൽ, CMR കമ്പനിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ആവശ്യമുള്ള കരിമണൽ അല്ലെങ്കിൽ ഇൽമനേറ്റ് ഞാൻ കൊടുത്താൽ തരാം, എനിക്ക് പണം കിട്ടണം, ഞാൻ പറയുന്ന സ്ഥലത്ത് എത്തിക്കണം എന്നുള്ള പിണറായി വിജയൻ്റെ തിട്ടൂരത്തിൻ്റെ മുന്നിൽ വഴങ്ങേണ്ടി വന്ന ഒരു നിസ്സഹായനായ ഒരു കച്ചവടക്കാരനായിരുന്നു, ബിസിനസ്സുകാരനായിരുന്നു കരിമണൽ കർത്ത. അദ്ദേഹത്തിന് ആ ഇൽമിനേറ്റ് കിട്ടണമെങ്കിൽ പിണറായി വിജയൻ വിചാരിക്കണം. പിണറായി വിജയന് പൈസ കൊടുക്കാൻ നടക്കില്ല. അത് കൊടുത്തു. അതാണ് കറക്റ്റ് ആര് പറഞ്ഞിരിക്കുന്നത്, കർത്ത പറഞ്ഞിരിക്കുന്നത്. ആ കർത്ത പറഞ്ഞത് പിണറായി വിജയൻ്റെ ആയിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ്. ഏത് ബന്ധം? അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള സ്വാധീനം, ബ്ലാക്ക്മെയിലിംഗ്, ഭീഷണിപ്പെടുത്തൽ, ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പണം കൊടുക്കേണ്ടി വന്നത്. അല്ല, അപ്പം വീണ വിജയനായിട്ട് യാതൊരു ബന്ധവുമില്ല, വീണ വിജയനായിട്ട് യാതൊരു തരത്തിലും ഒരു ഇടപാടുമില്ല. പിന്നെ പിണറായി വിജയൻ്റെ മകൾ എന്ന നിലയിലാണ് പണം കൊടുത്തത് എന്ന് വന്നതോടുകൂടി പിണറായി വിജയൻ പ്രതിയായി എന്നുള്ളത് കൃത്യമായി വിശ്വസിക്കാം. ഇനി അദ്ദേഹത്തിന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ലാവ്ലിൻ കേസിൽ പ്രതിയായതിനു ശേഷം പിണറായി വിജയൻ നടത്തിയിട്ടുള്ള സകല തട്ടിപ്പുകളും അദ്ദേഹം രക്ഷപ്പെട്ടു പോരുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ കരിമണൽ കർത്തയുമായിട്ടുള്ള CMRL കമ്പനിയുമായിട്ടുള്ള ഇടപാടിൽ കൃത്യമായി പിണറായി വിജയൻ കുടുങ്ങാൻ പോകുന്നു. ഇനി ഇത് മാത്രമല്ല, കൃത്യമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 5000 കോടിയിൽ മേതെ, നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണ് കരിമണൽ കച്ചവടം പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത്. ഈ വന്ന ക്യാഷെല്ലാം ഇവിടെ നിന്ന് മേടിക്കാതെ വിദേശത്ത് എത്തിച്ചുകൊണ്ടുള്ള ഇടപാടുകളാണ് നടന്നിട്ടുള്ളത്. അത് കൃത്യമായൊരു അന്വേഷണം പിണറായി വിജയനെ കൃത്യമായി ചോദ്യം ചെയ്താൽ ഇപ്പോൾ കാണുന്ന പിണറായി വിജയനെല്ലാം അവിടെ ചോദ്യം ചെയ്യൽ വരുമ്പോഴേക്ക് മൂത്രമൊഴിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. കാരണം അത്രയും വ്യക്തമായ തെളിവുകൾ അദ്ദേഹത്തിനെതിരെയുണ്ട്. അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലേക്ക് വന്ന പണത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഷോൺ ജോർജ് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടെ കൂട്ടിയതാവുമ്പോൾ ഇവിടെയൊന്നും നിൽക്കില്ല അന്വേഷണം. ആ അന്വേഷണത്തിൽ ഇപ്പോൾ മകൾക്കെതിരെയുള്ള വ്യക്തമായ തെളിവുകൾ വന്നിരിക്കുകയാണ്. ഇപ്പം മകൾ പറഞ്ഞിരിക്കുന്ന മൊഴി എന്താ? എനിക്കൊന്നും അറിയില്ല എന്നാണ് അച്ഛൻ പറഞ്ഞിട്ട് വന്നു, എടുത്തു, പൈസ എടുത്തു എന്നുള്ളതാണ്. ആരുടെ കമ്പനിയിലേക്കാണ്? മകളുടെ കമ്പനിയിലേക്കാണ്. അപ്പം മകളും പ്രതിയായി, അച്ഛനും പ്രതിയായി. മകൾ എന്താ ചെയ്തത്? മകൾ നേരെ അച്ഛനെ പ്രതിയാക്കാൻ, ഞാനൊന്നും അറിയില്ല പറഞ്ഞിട്ട് അച്ഛൻ പ്രതി ആയിക്കോട്ടെ, ഞാൻ ഒഴിഞ്ഞു മാറാന്നുള്ളതായിരുന്നു തീരുമാനിച്ചത്. അച്ഛനോ മോള് പ്രതി ആയിക്കോട്ടെ, ഞാൻ ബാക്കി കാര്യം കൈകാര്യം ചെയ്തോളാം എന്നുള്ളതാണ്. പക്ഷെ രണ്ട് പേരും പ്രതിയാകുന്ന രീതിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുക. അച്ഛനും മോളും കൂടെ ഒരുമിച്ച് ജയിലിലേക്ക് പോകേണ്ട വളരെ ദാരുണമായ അവസ്ഥയിലേക്ക് പിണറായി വിജയൻ പോവുകയാണ്. ഇതിലപ്പുറം നാണക്കേട് അദ്ദേഹത്തിന് വരാനുണ്ടോ എന്നുള്ളതാണ് സത്യം. എന്തായാലും ഈ കേസ് വഴി ഇനിയിപ്പം എന്തായാലും പിണറായി വിജയനെ ചോദ്യം ചെയ്തേ പറ്റുള്ളൂ. നോട്ടീസ് നൽകിയിട്ട് ആ ചോദ്യം ചെയ്യൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത. മറ്റുള്ള കാരുണ്യം ഒന്നും അദ്ദേഹത്തിനോട് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം വ്യക്തമായ ഒരു അന്വേഷണത്തിലൂടെയാണ്
പിണറായി വിജയനെ പ്രതിയാക്കാൻ പോകുന്നത് എന്നാണ് എൻഫോഴ്സ്മെന്റിൽ നിന്ന് കിട്ടുന്ന വിവരം. അതേപോലെ മകൾ ഓൾറെഡി പ്രതിയായി കഴിഞ്ഞു. മകളും അച്ഛനും കൂടെ ഒരുമിച്ച് ജയിലിലേക്ക് പോകാം. പക്ഷെ ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ലല്ലോ. ജയിലാകുമ്പോൾ വനിതാ ജയിലിലേക്ക് മോള് പോകണം, ഇപ്പുറത്ത് അച്ഛൻ പുരുഷ ജയിലിലേക്കും പോകണം. പിന്നെ പഴയ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലൊക്കെ ചില സൗകര്യങ്ങളെ കിട്ടും. PC ജോർജ് പറഞ്ഞത് ജയിലൊരു അപ്പാർട്ട്മെന്റ്, ഫാമിലി അപ്പാർട്ട്മെന്റ് തീർത്തു കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അല്ല, ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല. ഈ ഷോൺ ജോർജ് കൊടുത്ത പരാതി പ്രകാരം ഈ പരാതി എവിടേക്ക് പോണത്? അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലേക്ക് വന്ന അക്കൗണ്ടിലേക്ക് പോവുകയാണ്. ആ അക്കൗണ്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ മകൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ മകൻ ബഹ്റൈൻ ബാങ്കുമായിട്ട് മറ്റൊരു 132 കോടി രൂപയുടെ വേറൊരു കേസ് പറഞ്ഞു വെച്ചു. ഈ പുറത്ത് വന്ന 132 കോടി എന്ന് പിണറായി വിജയന് വിഷയമല്ലെന്നേ. അത് 5000-10,000 കോടീൻ്റെ കണക്കാണ് പിണറായി വിജയനുള്ളത്. നമ്മൾ വിചാരിക്കും പോലെ നമുക്കാണ് 1 കോടി എന്ന് പറയുമ്പോഴേക്കും നമ്മൾക്ക് സാധാരണക്കാർക്ക് വലിയ പ്രശ്നമാണ്. ഇത് 132-152 കോടി എന്നൊക്കെ പറയുന്നത് 130 കോടി ബഹ്റൈനിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ബഹ്റൈനിൽ ഏത് അക്കൗണ്ടിലേക്ക് പോയി എന്നൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോൾ പിണറായി വിജയന്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നവരെയല്ല. ഇപ്പം ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് 3 പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ആർക്കുണ്ട്? വിവേക് തായ്ക്കണ്ടിക്കുണ്ട് വിദേശത്ത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ബിനാമി ഇടപാടിലുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടൽ അദ്ദേഹത്തിനുണ്ട് എറണാകുളത്ത് എന്നുള്ള വിവരമാണ് വരുന്നത്. അതിൻ്റെ ഫുൾ വിവരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. അതേപോലെ വിദേശത്ത് എല്ലാ ബിസിനസ് സാമ്രാജ്യം തന്നെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പോൾ സ്വപ്ന സുരേഷും പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഇവിടെ ചെന്നിട്ട് അവസാനിക്കില്ല. അവസാന കാലഘട്ടത്തിൽ ഉണ്ടാക്കി വെച്ച സമ്പാദ്യങ്ങളും 5 സ്റ്റാർ ഹോട്ടലിലൊന്നും അദ്ദേഹത്തിന് ജീവിക്കാൻ ഉതകില്ല. ജയിൽ തന്നെ ശരണം എന്നുള്ള രൂപത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അദ്ദേഹത്തെ രക്ഷിക്കാൻ പണം കൊണ്ടോ അല്ലെങ്കിൽ സ്വാധീനം കൊണ്ടോ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശക്തമായ രൂപത്തിൽ സ്വപ്ന സുരേഷ് രംഗത്തുണ്ട്. ഞാനതാണെങ്കിൽ ലാവ്ലിൻ കേസിൽ ഉടനെ എടുക്കാൻ വേണ്ടി ഒരു IA ഫയൽ ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും ഇനി നീട്ടിക്കൊണ്ടാകേണ്ട ആവശ്യമില്ല ലാവ്ലിൻ കേസിൽ. പിന്നെ ഇന്നലെ വി മുരളീധരൻ്റെ ഒരു പത്രസമ്മേളനം കണ്ടിരുന്നു. പിണറായി വിജയൻ ഇനി രക്ഷയില്ല, ആനയാ കുതിര എന്നുള്ളത്. ഈ വി മുരളീധരനെയാണ് ഞാൻ ലാവ്ലിൻ കേസിൻ്റെ കാര്യത്തിൽ വിളിച്ചത്, സഹായിക്കണം എന്നുള്ളത്. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എനിക്ക് വ്യക്തമായിട്ട് അറിയുന്ന കാര്യം വി മുരളീധരനും പിണറായി വിജയനും അതേപോലെ മോൻ വിവേക് തായ്ക്കണ്ടിയായിട്ടൊക്കെ ഭയങ്കര ബന്ധങ്ങളാണ്. ഒരു വിദേശത്ത് വെച്ചിട്ടാണ് കച്ചവടം നടത്തിയതെന്നാണ് BJP-നുള്ളിൽ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം വി മുരളീധരൻ എന്തുകൊണ്ടാണ് ഇത്രയും കാലം അദ്ദേഹം മന്ത്രിയാകുമ്പം പിണറായി വിജയനെതിരെയുള്ള ഈ ഇത്തരത്തിലുള്ള എല്ലാ ഇടപെടൽ നമുക്കറിയാം, ലൈഫ് മിഷൻ തട്ടിപ്പ്, ഡോളർ തട്ടിപ്പ്, സ്വർണ്ണക്കളകടത്ത്, ഇതേപോലെ CMR കമ്പനീൻ്റെ AI ക്യാമറ ശോഭാ സുരേന്ദ്രൻ വന്നപ്പോൾ അത് സെറ്റിൽ ചെയ്തത് ആരാണ്? വി മുരളീധരനാണെന്നുള്ള ആരോപണമാണ് അന്ന് വന്നിട്ടുള്ളത്. കെ ഫോൺ അങ്ങനെ തുടങ്ങി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതും അപ്പുറത്താണ് ഉള്ള കാര്യങ്ങൾ. പിന്നെ ദാവൂദ് ഇബ്രാഹിമായിട്ട് പിണറായി വിജയൻ ദുബായിൽ വെച്ച് ചർച്ച നടത്തി എന്ന് പറയുന്ന ഒരു കാര്യം എന്താണ്? അതിന് പിന്നിലുള്ള കാര്യം ഇൽമിനേറ്റ് അല്ല, തോറിയമാണ് ഇവിടുന്ന് കടത്തിയെന്നുള്ള വലിയ ഗുരുതരമായ ആരോപണം ഷോൺ ജോർജ് പറഞ്ഞിട്ടുണ്ട്. ആണവായുധം ഉണ്ടാക്കുന്നതിന് ആവശ്യമായ അപ്പോൾ അത് ദാവൂദ് ഇബ്രാഹിമായിട്ട് എന്തിനാണ് പിണറായി വിജയൻ ചർച്ച നടത്തിയെന്നുള്ളതാണ് അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അപ്പം സംഭവം ഇവിടെ നിന്ന് എത്തില്ല. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കുറ്റവാളി മാറാൻ പോവുകയാണ് പിണറായി വിജയൻ എന്നുള്ളതാണ് സത്യം. മാർക്സിസ്റ്റ് പാർട്ടിയെ കരുവാക്കി ഭരണം കിട്ടി, ഭരണത്തെ കരുവാക്കി ഭരണവും അതേപോലെ പാർട്ടിയെ മറയാക്കിക്കൊണ്ട് നടത്തിയ തട്ടിപ്പുകളിലൂടെ ഇത്രയും വളരെ സുരക്ഷിതമായ ഒരു മുഖ്യമന്ത്രിയും ചെയ്യാത്ത, ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവും കാണിക്കാത്ത കൊടു ക്രിമിനലായി കുറ്റകൃത്യങ്ങളാണ് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത് എന്ന് ഇനി ഘട്ടം ഘട്ടമായി വന്നുകൊണ്ടിരിക്കും. ഞാൻ എന്താണോ പറഞ്ഞത് സ്വപ്ന സുരേഷ് അത് ആവർത്തിക്കുന്നുണ്ട്. സ്വപ്ന സുരേഷ് ഉള്ളിൽ നിന്നിട്ടാണ് പറയുന്നെങ്കിൽ ഞാൻ പുറത്ത് നിന്നിട്ടാണ് ഇത്രയും കാലം പറഞ്ഞത്. 10,000 കോടി രൂപയുടെ അദ്ദേഹത്തിൻ്റെ കള്ളപ്പണ നിക്ഷേപത്തിൻ്റെ രേഖകളാണ് എനിക്ക് 2021 കിട്ടിയത്. ഇപ്പം 5 വർഷമായി. 5 വർഷം കൊണ്ട് എത്ര കോടി ഉണ്ടാക്കിയിട്ടുണ്ട്? 5 വർഷത്തെ ഭരണം എന്ന് പറഞ്ഞാൽ ഒക്കെ കട്ടുപിടിക്കുകയായിരുന്നു. ശബരിമല ഇഷ്യൂ ഒക്കെ ആ സമയത്തല്ല, അവിടുന്ന് വിഗ്രഹം മോഷ്ടിച്ചുകൊണ്ടതും ഒക്കെ തന്നെ ആ സന്ദർഭത്തിലല്ലേ. അതിനൊക്കെ കോടികളാണ് വില, പറയുന്ന വിലയാണ് വിദേശത്ത്. എന്തായാലും ഇവിടെ വെച്ച് പിണറായി വിജയൻ അവസാനിക്കുന്നില്ല. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പത്രസമ്മേളനം കണ്ടിട്ട് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ? 1000-ൽ താഴെയാണ് എല്ലാ ചാനലുകളിലും. അതായത് പിണറായി വിജയൻ ഇമേജ് താഴേക്ക് പതിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് പാർട്ടി പ്രവർത്തകർ പോലും കാണുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്
അതായത് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം റിപ്പോർട്ട് ചെയ്ത വലിയ ചാനലുകളിലെല്ലാം തന്നെ 1000-ൽ താഴെയാണ് ആളുകൾ കണ്ടിട്ടുള്ളത്. അതേസമയത്ത് VD സതീശൻ്റെത് ലക്ഷക്കണക്കിന് ആളുകളാണ് കാണുന്നത്. അതിനർത്ഥം എന്താ? പിണറായി വിജയനെ എല്ലാവരും തള്ളിയിരിക്കുന്നു, അദ്ദേഹം പറയുന്നൊരു വാക്കിന് പോലും വില കൽപ്പിക്കുന്നില്ല എന്നുള്ള ലെവലിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കള്ളമുണ്ട്. കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയെ കുറിച്ച് ഇപ്പൊ ആരും മിണ്ടുന്നില്ലല്ലോ. ലേക്കർ കമ്പനിയെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്. അത് എന്ത് കള്ളത്തരമാണെന്ന് പറയുന്നത്. കമല ഇന്റർനാഷണൽ വിട്ടോ എന്നാണ് ചോദിക്കുന്നത്. ലേക്കർ കമ്പനി എന്ന് പറഞ്ഞ പുതിയ കമ്പനി വീണയ്ക്കുണ്ടല്ലോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അപ്പോൾ നിങ്ങൾ കമല ഇന്റർനാഷണൽ വിട്ടോ എന്നാ ചോദിച്ചത്. കമല ഇന്റർനാഷണൽ ഇടുന്നില്ല, എൻഫോഴ്സ്മെന്റ് അതിന്റെ പിന്നിൽ തന്നെയുണ്ട്. അവിടേക്ക് വന്ന 75 കോടി രൂപ തിരിച്ച് പസഫിക് കൺട്രോൾസ് എന്ന സ്ഥാപനത്തിലേക്ക് പോയിട്ടുണ്ട്. എന്തിനാണ് പിണറായി വിജയൻ സിംഗപ്പൂരിലേക്ക് നിരന്തരമായി യാത്ര ചെയ്തത്? എന്തുകൊണ്ടാണ് കുടുംബസമേതം പോയത്? എന്തിനാണ് മകൻ 3 വർഷം അവിടെ താമസിച്ചത്? ഒന്ന് ഉത്തരം പറയണമല്ലോ പിണറായി വിജയൻ. അവന് ഉത്തരം കൃത്യമായി പറയണ്ടേ? അപ്പോൾ ഈ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി ഇത് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം ബന്ധപ്പെട്ടിട്ടാണ് കേരളത്തിലെ പ്രത്യേകിച്ച് തലശ്ശേരിയിലെ പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് വേണ്ടി തുടങ്ങേണ്ട മലബാർ സെൻറ്ററിലേക്ക് വരേണ്ട കനേഡിയൻ ഗവൺമെൻറ് കൊടുത്ത ഫണ്ട് അതിൽ 75 കോടി രൂപയാണ് പിണറായി വിജയൻ്റെ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് പോയത്. അതിൻ്റെ തെളിവാണ് റിയാസ് ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയത്. അങ്ങനെയുള്ള പിണറായി വിജയന് അറിയില്ലെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്, നേരിട്ട് സംവാദത്തിന് തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാണ് പിണറായി വിജയൻ. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ പേരിൽ ഒരു ഡിഫമേഷൻ കേസ് പോലും കൊടുക്കാത്ത ഒരാളാണ് പിണറായി വിജയൻ. കള്ളക്കേസ് എടുത്ത് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലൊക്കെ അടച്ചെങ്കിലും പിണറായി വിജയൻ നേരിട്ട് എൻ്റെ പേരിൽ ഒരു കേസ് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളത് വളരെ രസകരമാണ്.